പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഒക്ടോബർ മാസം 13-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന് മഹത്വം കരയേറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ ലഭിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് നമ്മുടെ കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് എല്ലാവരുടെ കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട് കർത്താവിൻ്റെ സ്തോത്രം പറ. കർത്താവ് തന്ന കൃപയായത് നമ്മൾ ആരോഗ്യത്തോട് ഉണർന്നത് ദൈവകൃപയാണ്, ആയുസ്സോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ആ വൻ കൃപകളെ ഓർത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉയർത്തിയിട്ട് കർത്താവിനോടൊന്ന് സ്തോത്രം പറഞ്ഞു. കഴിഞ്ഞ പകൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രമപ്പാ, രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രമപ്പാ, ആമേൻ, രാവിലെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രമപ്പാ, ഈ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന കൃപകൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക, 29-ാം സങ്കീർത്തനങ്ങളുടെ ആരംഭ 2 ഭാഗങ്ങൾ പറയുന്നു, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ആമേൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ, യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. 11ാം ഭാഗം, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ഇന്ന് ഈ പ്രഭാതയാമത്തിൽ അവൻ നമുക്ക് ശക്തി നൽകുന്ന ദൈവം, അവൻ നമുക്ക് സമാധാനം നൽകുന്ന ദൈവം. ഒന്നുകൂടെ പറഞ്ഞു, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഉറക്കക്കാരം പറ, യഹോവ എനിക്ക് ശക്തി നൽകും, ഞങ്ങൾക്ക് സമാധാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കും. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രാത്രി തന്ന ഉറക്കത്തിനായിട്ട് ഒരിക്കലൂടെ സ്തോത്രം. കർത്താവേ, പകൽക്കാലം മുഴുവൻ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം. രാവിലെ ഞങ്ങളെ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ടും സ്തോത്രം. പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ പകൽ മുഴുവൻ നീ അവരെ കാത്തു പരിപാലിച്ചല്ലോ, സ്തോത്രം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ വിടുവിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ പകൽക്കാലം നിന്റെ കൃപയിൽ അവരെ പരിപാലിക്കുന്ന അങ്ങയുടെ വിശ്വസ്തതയോർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ വേണം. ആവശ്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, അപ്പം നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുവാൻ അപ്പം പറഞ്ഞ് നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ അവൻ ബഹുവിധമായ ആവശ്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നിറവേറിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അതിൻ്റെ മേൽ പിതാവെ അങ്ങ് ഒരു അത്ഭുതം ചെയ്യണമേ. അങ്ങയുടെ കൃപ, അങ്ങയുടെ കരം അങ്ങ് നീട്ടുന്നതിനായി സ്തോത്രം. അങ്ങ് അത്ഭുതം ചെയ്യുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ആര് എന്നെ സഹായിക്കുമെന്നൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ പിതാവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ സഹായത്തിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടണമേ. യഹോവ ഞങ്ങളെ സഹായിക്കും, ഞങ്ങൾ ലജ്ജിച്ചു പോകത്തില്ലെന്ന് തിരുവചനം പറയുന്നു. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം വന്നിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. എന്ത് തരത്തിലുള്ള രോഗത്താൽ നിന്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്നെങ്കിലും അതിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ പ്രഖ്യാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ ആരോഗ്യമുണ്ടാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ ശക്തികളും, രോഗത്തിൻ്റെ ആത്മാവും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ ആർത്രൈറ്റിസിൻ്റെ സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, എല്ലാ നിരാശയുടെ സ്പിരിറ്റിനെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പുറത്താക്കുന്നു. ആമേൻ. നിരാശ മാറി പ്രത്യാശയുള്ളവരായി മാറട്ടെ, ഭയം മാറി ഉറപ്പുള്ളവരായി മാറട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. കഴുത്തിൻ്റെ ഭാഗത്ത് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. പരിപൂർണ്ണ ആരോഗ്യം കഴുത്തിൻ്റെ ഭാഗത്ത് കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അതുപോലെ കൈ പൊക്കുവാൻ കഴിയാതെ തോളിന് വേദനയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അങ്ങയുടെ കൈ വെച്ച് സൗഖ്യമാക്കിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ തന്നെ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ആമേൻ നിന്റെ കുഞ്ഞുങ്ങൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കൊറോണയാൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൊറോണ അവരെ വിട്ടുമാറട്ടെ, ആശ്വാസവും
സമാധാനം ഉണ്ടാകട്ടെ. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, കർത്താവെ മെഡിക്കൽ സ്റ്റാഫിനെയും സോഷ്യൽ വർക്കേഴ്സിനെയും ഒക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഡിവൈൻ പ്രൊട്ടക്ഷൻ, സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ, സൂപ്പർ നാച്ചുറൽ ജാക്കറ്റ് കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് നന്ദി. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. അതുപോലെ കർത്താവെ പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. അതിവേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം വേദനകളിൽ നിന്ന് ദൈവം വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തിക വിഷയത്തിൽ ഉഴലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ ജോലി സംബന്ധമായ ഭാരങ്ങൾ, ആമേൻ ആമേൻ, പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, അവർക്കും ദൈവം വിടുതൽ കൊടുത്തതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ ആമീൻ. കർത്താവ് നിങ്ങളെ ഈ പകൽക്കാലം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും ദൈവിക സമാധാനം കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ആമേൻ. ശ്രദ്ധയോടെ കേട്ടാട്ടെ. കരങ്ങൾ ഉയർത്തി പറ, ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുത്ത് വരികയില്ല. എൻ്റെ സകല വഴികളിലും എന്നെ സൂക്ഷിപ്പാൻ കർത്താവ് ദൂതന്മാർക്ക് കൽപ്പന കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നോട് ചേർന്ന് പറഞ്ഞ ദൂതന്മാർ എനിക്കും എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുക. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞ ദൂതന്മാർ എനിക്കും എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുക. ഞാൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആമേൻ ആമേൻ. ഞാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എൻ്റെ പ്രവൃത്തികളൊക്കെയും സാധിക്കുമെന്ന് പറഞ്ഞാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പകൽക്കാലം നല്ല കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുക. കർത്താവ് നിങ്ങളെ രാജകീയ പുരോഹിത വർഗമാക്കിയിരിക്കുക. അതൊക്കെയാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. അവരും പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ കർത്താവ് നിങ്ങളെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് അതങ്ങോട്ട് പറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാമത്തെ വാക്യം, അതായത് 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഇവിടെ പറയുന്നു, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതാത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ച ഒരു വേദഭാഗമാണ്. പരിശുദ്ധന്മാവ് ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മളോട് സംസാരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കാം. ഇവിടെ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ നാളേക്കായി വിചാരപ്പെടരുത്. ഈ വിചാരമുണ്ടല്ലോ, ആകുലത എന്ന് പറയുന്നത് കർത്താവിൻ്റെ പുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. കർത്താവ് ദൈവമക്കളെക്കുറിച്ച് ആഗ്രഹിക്കാത്ത കാര്യം. നിങ്ങളൊരു ദൈവ പൈതലാണോ? നിങ്ങളിരുന്ന് വിചാരപ്പെടുന്നതിനോട് കർത്താവിന് യാതൊരു താല്പര്യവുമില്ല. നിങ്ങൾ വിചാരപ്പെടുമ്പോൾ കർത്താവിന് വിഷമമാണ്. കാരണം ഇവരെന്തിനാണ് ഇങ്ങനെ വിചാരപ്പെടുന്നത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഇവിടെ പറയാം, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതാത് ദിവസത്തിന് അതാത് ദോഷം, അന്നന്നത്തെ ദോഷം മതി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നാളെക്കുറിച്ച് വിചാരപ്പെടണം, ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അതാത് ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാത് ദിവസങ്ങളിലുള്ള പ്രവൃത്തികളുണ്ട്, അതൊക്കെ അങ്ങോട്ട് നടക്കട്ടെ. നമ്മളിരുന്ന് 10 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്നത്, 12 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്നത്, ആമേൻ, അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത്, അയ്യോ അങ്ങനെ ആയാൽ എന്താകും, അയ്യോ ഇങ്ങനെ ആയാൽ എന്താകും, അയ്യോ ആ കൊച്ചു പഠിച്ചില്ലെങ്കിൽ എന്താകും, അയ്യോ കൊച്ചു അങ്ങനെ ആയാൽ എന്താകും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ഭാരപ്പെടുത്തുന്നതിനോട് കർത്താവിന് യാതൊരു താല്പര്യവുമില്ല. നിങ്ങൾ എത്ര പേര് കർത്താവിന് ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു? കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ വിചാരപ്പെടാതെ, നമുക്ക് എന്തെങ്കിലും വിചാരങ്ങൾ ഉണ്ടായാൽ വേഗത്തിൽ കർത്താവിൻ്റെ കയ്യിലോട്ട് കൈമാറി സ്വസ്ഥമായി ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇനി അവിടെ പറഞ്ഞൊരു പദമുണ്ട്, അതുകൊണ്ട്. അപ്പം ഏത് കൊണ്ടെന്നുള്ളത് അറിയണമെങ്കിൽ മുകളിൽ നിന്ന് വായിക്കണം. 26 മുതൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം, നിങ്ങൾ വീട്ടിലിരുന്ന് ധ്യാനിക്കണം. 26-ാമത്തെ വാക്യം, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ, നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും പറവകളൊക്കെ ഉണ്ട്. നിങ്ങൾ പറവകളെ നോക്കി അവ വിതയ്ക്കുന്നുണ്ടോ? ഇല്ല. അവ കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പറവ വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് രണ്ടും ചെയ്യാറില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, അവിടെ യേശു പറഞ്ഞ പദം ശ്രദ്ധിച്ച്, നിങ്ങളുടെ പിതാവ്, അതായത് എൻ്റെയും നിങ്ങളുടെയും അപ്പനാകുന്ന സ്വർഗസ്ഥനായ ദൈവം, ആമേൻ, അവയെ പുലർത്തുന്നു. അപ്പം കാക്കകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്ന് പാട്ടുകാരൻ പാടുമ്പം അദ്ദേഹം ജീവിതത്തിൻ്റെ കട്ടിയുള്ള സാഹചര്യങ്ങളിൽ കഷ്ടതകളുടെ നടുവിലൂടെ പോവുക. അപ്പോൾ അദ്ദേഹത്തെ ദൈവം പഠിപ്പിച്ച, നമ്മൾ ഈ പക്ഷികളെ നോക്കിക്കേ, ഇവയ്ക്കൊക്കെ ആഹാരം കിട്ടുന്നുണ്ട്, ഒന്നിനും കുറവ് വരുന്നില്ല, അവയ്ക്ക് വിതയില്ല, കൊയ്ത്തുമില്ല, പക്ഷേ കർത്താവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? യേശു പറയാ, കുഞ്ഞെ, നിങ്ങൾ ഈ കാക്കയെക്കാളും കുരുവിയേക്കാളും മാടത്തേക്കാളും തത്തമ്മയെക്കാളും ഒക്കെ എത്ര വിശേഷതയുള്ളവരാ. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലെ പട്ടിക്കുഞ്ഞിനും കോഴിക്കുഞ്ഞിനും ഒക്കെ ആഹാരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന നിങ്ങളുടെ കൊച്ചിന് ആഹാരം കിട്ടാതിരിക്കുമോ? ഇതുപോലെയുള്ളൂ. കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ. പക്ഷികളൊക്കെ സൃഷ്ടികളാണ്.
അപ്പോൾ പക്ഷികൾക്ക് ആഹാരം കൊടുക്കുന്നെങ്കിൽ, അവയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ നമുക്ക് തരാതിരിക്കുമോ? ചിന്തിച്ചു നോക്കിക്കേ. ആമേൻ. അടുത്തത് 27-ാമത്തെ വാക്യം. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോടെ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? നിങ്ങളിരുന്ന് വിചാരപ്പെടുക. ഇവിടെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു തൻ്റെ വചനത്തിൽ പറയുക, നിങ്ങളിരുന്ന് വിചാരപ്പെടുന്നതുകൊണ്ട് നിങ്ങൾക്ക് നീളം കൂടാറുണ്ടോ? ഇല്ല, നീളം കൂടത്തില്ല. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിചാരപ്പെടുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് കർത്താവ് പറഞ്ഞു. നിങ്ങളിരുന്ന് വിചാരപ്പെട്ടില്ലെങ്കിലും വിചാരപ്പെട്ടാലും ഒന്നും സംഭവിക്കുന്നില്ല. വിചാരപ്പെടാതിരിക്കാമെങ്കിൽ കർത്താവ് പ്രവർത്തിക്കും. വിചാരപ്പെട്ടാൽ കർത്താവ് വിചാരിക്കും ഇവൻ വിചാരപ്പെടട്ടെ. നമ്മൾ നമ്മുടെ കൊച്ചിനെക്കുറിച്ചോ നമ്മുടെ ഭാവിയെക്കുറിച്ചോ നമ്മുടെ ജോലിയെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാൻ കർത്താവ് പറയുന്നില്ല. അതിൻ്റെ അർത്ഥം റെസ്പോൺസിബിൾ ആകരുതെന്നല്ല. അനാവശ്യമായ ആകുലതകൾ നമ്മുടെ മനസ്സിൽ കയറാൻ പാടില്ല. ആകുലത വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. അപ്പം അനാവശ്യമായ ആകുലതകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിച്ചോണം. നമ്മൾ കർത്താവിൻ്റെ കൈകളിൽ കൊടുത്തു. പിന്നെ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. വിചാരപ്പെട്ടാൽ നിങ്ങളുടെ ജോലിയെ ബാധിക്കും, നിങ്ങളുടെ ശുശ്രൂഷയെ ബാധിക്കും, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കും. ശരീരത്തിന് രോഗം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നത് വിചാരപ്പെടരുത്. ആമേൻ. എന്നിട്ട് പറയാം, ഈ വിചാരപ്പെട്ടിട്ട് വല്ലോ കാര്യമുണ്ടോ? സിസ്റ്റർ ഒന്ന് പറഞ്ഞേ, വിചാരപ്പെട്ടിട്ട് വല്ലോ കാര്യമുണ്ടോ? സഹോദരൻ ഒന്ന് പറഞ്ഞേ, വിചാരപ്പെട്ടിട്ട് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ജോലിയെക്കുറിച്ചോ നിങ്ങളുടെ വീട് പണിയെക്കുറിച്ചോ നിങ്ങളുടെ മറ്റ് എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ചോ ഒന്നും വിചാരപ്പെടാതെ എന്ത് വിചാരമുണ്ടോ അത് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. സ്തോത്രം. 27-ാമത്തെ വാക്യം കഴിഞ്ഞു. ഇനി 28-ാമത്തെ ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിൽ ഇവയെ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. നമുക്കറിയാം, ശലോമോനാണ് ഏറ്റവും വലിയ ധനാഢ്യനായ രാജാവ്. ഏറ്റവും മനോഹരമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം മനോഹാരിതയൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. എന്നാൽ ഈ ഒരു താമര വിരിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ ഈ ശലോമോനെ നോക്കിക്കേ. ശലോമോൻ പോലും തൻ്റെ മഹത്വത്തിൽ അങ്ങനെ വരുന്നില്ല. അവൻ താമരയെ ഒരുക്കിയതാരെ? ഏത് ബ്യൂട്ടി പാർലറാണ് ഒരുക്കിയത്? സ്വർഗത്തിലെ ബ്യൂട്ടി പാർലർ. താമര നല്ല ബ്യൂട്ടിഫുൾ ആക്കി ഇങ്ങോട്ട് എടുപ്പിക്കുക. അത് നോക്കുവാനാണ് നമ്മളോട് പറയുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിട്ട് പറയാം 30. ഇന്നുള്ളതും നാളെ അടുപ്പിലിരുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. വിചാരപ്പെടുന്നവരെ നോക്കിയിട്ട് പറയാം അല്പവിശ്വാസി. അതുകൊണ്ടാണ് വിചാരപ്പെടുന്നത്. അപ്പോൾ നമ്മളോട് പറയുക, ആമേൻ, ഇന്നുള്ളത് നാളെ ചപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഈ താമരയ്ക്കൊക്കെ ഇത്ര മനോഹാരിത കൊടുക്കുകയും താമരയൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുകയും ചെയ്യുന്നെങ്കിൽ എന്നെയും നിങ്ങളെ എത്രയധികം പരിപാലിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കർത്താവ് രക്തമാണ് കൊടുത്തത്. നമുക്ക് വേണ്ടി പൊന്നോ വെള്ളിയോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളോ അല്ല കൊടുത്തത്. നമുക്ക് വേണ്ടി കൊടുത്തത് തൻ്റെ സ്വപുത്രൻ്റെ രക്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിങ്ങനെ വിചാരപ്പെടാതെ, നിങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ. പ്രിയപ്പെട്ടവരെ, വിചാരപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. വിചാരപ്പെട്ട ദൈവപ്രവൃത്തി താമസിക്കും. മറിച്ച് വിചാരപ്പെടാതെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് പാട്ടും പാടി ആരാധിച്ച് തന്നെ ഇന്നത്തെ പകൽക്കാലം ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും കേട്ടോ. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. സ്തോത്രം. ഇപ്പം പിന്നെ ആ ഒരു വിചാരമൊന്നുമില്ല. എന്താ 10 വർഷം കഴിയുമ്പം എന്തു മേടിക്കും, ഞങ്ങളുടെ വണ്ടി ഏത് മേടിക്കും, അല്ലെങ്കിൽ കൊച്ചിൻ്റെ കാര്യങ്ങൾ എന്നാ, ഏത് കോഴ്സിന് വിടും, ഇങ്ങനെയുള്ള ചിന്തകളാണ്. നോ, ലീവ് ഇറ്റ്. കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുക. എന്നിട്ട് പറയുക, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അപ്പം ഈ വക അന്വേഷിക്കുന്ന ആരാ? ജാതികളാണ്. ഈ വക അന്വേഷിക്കുന്ന ആരാ? ജാതികളാണ്. അതായത് ദൈവമില്ലാത്തവർ അവരന്വേഷിക്കുന്നു. എന്നാൽ നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട്. ആമേൻ. സ്തോത്രം. സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. എൻ്റെ ദൈവം സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം, അവൻ അവിടെ വസിക്കുന്നിടത്തോളം കാലം എൻ്റെ കാര്യങ്ങൾ അവൻ കരുതുമെന്ന് ഇന്ന് പകൽക്കാലം നമുക്കൊരു ഉറപ്പ് വേണം. നിങ്ങളുടെ പിതാവ് ഈ വകയൊക്കെയും നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്കല്ലേ അറിയാം. അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവർ പറയുന്നത് കൊണ്ടാണോ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? അതോ അവരിന്ന് ടെൻഷൻ അടിക്കുന്നത്? അവർ ടെൻഷൻ അടിക്കുന്നത് എപ്പോഴും ആവശ്യമില്ലാത്ത കാര്യത്തിനാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തിനെക്കുറിച്ചെങ്കിലും ടെൻഷൻ അടിക്കുന്നെങ്കിൽ അത് ബേസിക് നീഡ് ആയിരിക്കത്തില്ല. അവർ വേറെ എന്തെങ്കിലും കാര്യത്തിനാണ് ടെൻഷൻ അടിക്കുന്നത്. അവർ ആഹാരത്തിന് വേണ്ടി ടെൻഷൻ അടിക്കാറുണ്ടോ? ഇല്ല. അവർക്ക് ആവശ്യമായ യൂണിഫോമിന് വേണ്ടി അവർ ടെൻഷൻ അടിക്കാറുണ്ടോ? ഇല്ല. അവർ വിചാരപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം അവർക്ക് യൂണിഫോം കൊടുക്കണം, ഫീസ് അടയ്ക്കണം, ആഹാരം വേണം, ബാഗ് വേണം, ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഇതുപോലെ നമ്മുടെയും ആവശ്യങ്ങളെ നമ്മുടെ പിതാവ് അറിയുന്നു. ആമേൻ. എന്നിട്ട് പറയുക, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഡു മൈ ബിസിനസ്
ഐ വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ബിസിനസ്. നിങ്ങൾ എൻ്റെ കാര്യം നോക്കെ, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നോക്കെ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾ മറ്റുള്ളവരോട് നന്മയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ അനുഗ്രഹിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ പ്രാർത്ഥനയിലും അല്ലാതെയൊക്കെ സഹകരിക്കാവുന്ന രീതിയിൽ സഹായിക്കുക. അവൻ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ചെയ്യും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തോളാം. ഇന്ന് പകൽക്കാലം ഈ വിചാരപ്പെടാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിരുന്ന പ്രാർത്ഥിക്കുക, വിചാരപ്പെടാതെ മറ്റുള്ളവരെ സഹായിക്കുക, വിചാരപ്പെടാതെ മറ്റുള്ളവരോട് ദൈവം നിങ്ങൾക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് പറ. ഈ കിട്ടാത്ത കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പറ, കർത്താവ് എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചു, കർത്താവ് എന്നെ നടത്തി, അയ്യോ അന്നത്തെ ആ പ്രശ്നത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവി. ഇതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിങ്ങളുടെ വിഷയം കൊടുത്ത് സ്വസ്ഥമായിട്ടിരിക്കും. അവൻ തക്ക സമയത്ത് അവൻ അത്ഭുതം ചെയ്യും. എന്നിട്ട് പറയുക, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. ഈ സന്ദേശം കേട്ടിട്ട് ഇനി ഇരുന്ന് വിചാരപ്പെടരുത്. എൻ്റെ പൊന്ന് സഹോദര, പൊന്ന് സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, ഇനി ദയവായിട്ട് നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. വിചാരപ്പെടുന്ന അനുസരിച്ച് നിങ്ങളുടെ പ്രായം പെട്ടെന്ന് കൂടും, നിങ്ങളുടെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിക്കും, നിങ്ങളുടെ മുഖം പെട്ടെന്ന് വൃത്തികേടാകും, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ന് കൊണ്ട് ചിന്തകൾ നിർത്തും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരിരുന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ പുലർത്തുന്നത്, അതോ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ പുലർത്തുന്നതാണ്? നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. അവൻ പുലർത്തിക്കോളും, അവൻ പരിപാലിച്ചോളും. നിങ്ങളുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ ഭാവി എഴുതി വെച്ച കർത്താവ്. ഹല്ലേലൂയ. നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിച്ച കർത്താവ്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ചെയ്യും. മറ്റുള്ളവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദുഃഖത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചോളും കേട്ടോ. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഇനി വിചാരമുണ്ടെന്ന് ഒരിക്കലും പറയൽ, അത് കർത്താവിന് തന്നെ വിഷമം വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ വിചാരങ്ങളോടും പറ, ബൈ 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 ബൈ. ഇനി എന്നിൽ വിചാരമില്ല, എന്നിലുള്ളത് പ്രത്യാശ മാത്രം. യഹോവ എനിക്കായി കരുതുന്നു. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. We are blessed. We are really blessed. We are permanently blessed. God bless you. God bless you. God bless you.